أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. മിക്രോമില്ല ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, റേഡിയോ മുഖേന ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഖുർആൻ പാരായണ പരിശീലനമാണ്. കുറച്ച് ടൈം വൈകി പോയിട്ടുണ്ട്. നമുക്കിന്ന് ഓതാനുള്ളത് സൂറത്തുൻ നബ. ഇന്ന ലിൽ മുത്തഖീന മഫാസ. അവിടെ കാണോ ഓതാനുള്ളത്? ഞാൻ ഓതാം. കേൾക്കുന്നുണ്ടല്ലോ? ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا. إن للمتقين مفازا. إن للمتقين متقين متقين آورد متقين آورد متقين متى. إن للمتقين مفازا. إن للمتقين مفازا متقين. إن للمتقين مفازا حدائق وأعنابا. حدائق حدائق أورد حدائق حدائق وأعنابا. حدائق وأعنابا وكواعب أترابا. وكواعب أترابا. أترابا 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 أورد أترابا أورد. وكواعب أترابا وكأسا دهاقا. وكأسا 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 أورد وكأسا أورد. وكأسا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا. لا يسمعون فيها لا فيها لغوا ولا كذابا. لغوا ولا അവിടെ രണ്ട് വാവ് ശരിക്കും ശ്രദ്ധിക്കണം. ലൗവ വലാ കിസ്സാബ.
ജസാഅൻ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. രണ്ടോടത്തും മദ് മുത്തസിൽ. ജസാഅൻ മദ് മുത്തസിൽ, അതാഅൻ മദ് മുത്തസിൽ. രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. ഒന്ന് കുറച്ച് കുറയാൻ, മറ്റൊന്ന് കുറച്ച് കൂടുക, അങ്ങനെ ആകാൻ പാടില്ല. രണ്ടും ഒരേ വലിപ്പത്തിലായിരിക്കണം മദ് കൊടുക്കേണ്ടത്. ഒരേ വലിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് തന്നെ തോന്നണ മാതിരി. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ അർ-റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബാ. റബ്ബിസ് സമാവാതി വൽ അർദി رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه إنا أنذرناكم عذابا قريبا തൻവീന്റെ ശേഷം ഖാഫാണ്. അപ്പോ ഇഖ്ഫാ ചെയ്യുന്നിടത്തൊരു തഫ്ഖീമിന്റെ ശബ്ദം വരണം. അപ്പോ അദാബൻ ഖരീബ അല്ലെങ്കിൽ അദാബൻ ഖരീബ എന്നാവും. അങ്ങനെയല്ല, അദാബൻ ഖരീബ യൗമ യൻظുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് യൗമ യൻظുറുൽ മർഉ മാ അവദമ മർഉ മാ يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. صدق الله العلي العظيم. السلام عليكم ورحمة الله. عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك
عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم. السلام عليكم. വലൈക്കും സലാം. റസീൻ ചില വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോഴുള്ള പോരായ്മ ഉണ്ട്. അപ്പൊ അതെന്താണ് ശരിക്കും ശ്രദ്ധിക്കണം. حدائق وأعناب അതുകൊണ്ട് حدائق എന്നുള്ളത് ഹംസ ഹദായിഖ ഹംസ ഇ എന്ന് തന്നെ പറഞ്ഞിട്ടാണോ ഹംസ ഉച്ചരിക്കുമ്പോ അത് ശരിക്കും ശ്രദ്ധിച്ചു വെച്ചാല് ഹദായിഖ എന്നൊന്നും ആവാൻ പാടില്ല. ഹദായിഖ. പിന്നെ ഖാഫ് ഉച്ചരിക്കുമ്പോ തഫ്ഖീം കുറയുണ്ട്. റസീന് എത്രയെല്ലാം മദ്രസ പഠിക്കുന്ന റസീന് തഫ്ഖീമാക്കണം. ഖാ അത് ശരിക്ക് 5ലാണ്. അപ്പൊ അതൊക്കെ ശരിയാക്കണം. ഹദായിഖ ഖാഫിനെ പറയുമ്പോ ഹദായിഖ വഅനാബ എന്ന് പറയാല്ല. ഖാ എന്നല്ല ഖാ. ഹദായിഖ വഅനാബ. പിന്നെ അതുപോലെ തന്നെ ദിഹാഖ അവിടെ ദിഹാഖ ഖാ എന്ന് പറഞ്ഞ ഖാ തഫ്ഖീമാക്കിട്ട് ധരിക്കുക. ജസാഅൻ മിൻ റബ്ബിക മുത്തസിലാണ്. 4 or 5 ഹർക്കത്തിന്റെ ഖദർ നീട്ടുക എന്നുള്ളത് അത്ര ആയിട്ടില്ല. അപ്പൊ കുറച്ചും കൂടിയൊക്കെ നീട്ടുക. ജസാ എന്നുള്ളതും അതാ എന്നുള്ളതൊക്കെ. യൗമ യഖൂമു റൂഹു എന്ന് പറഞ്ഞ റൂഹു എന്നായിട്ടുണ്ട്. ഹ എന്റെ ശബ്ദ കേട്ടത് ഹ ആണ് അവിടെ. അപ്പൊ അത് ശരിയാക്കുക. അതുപോലെ തന്നെ വഖാല എന്നത് വഖാല എന്ന് പറയാ. ദാലിക്കൽ യൗമുൽ ഹഖ് അത് ഒക്കെ ഉച്ചരിക്കണമൊക്കെ ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ ഫമൻ ശാഅ അടുത്ത ഹംസ ഒന്നും വേണ്ട മാതിരി ആയിട്ടില്ല. ഫമൻ ശാഅ എന്നൊക്കെ പറഞ്ഞ അതും ശരിയാവൂല. ഫമൻ ശാഅ അങ്ങനെ പറയണം. അങ്ങനെ പറയണം. അല്ലാതെ എന്ന് പറഞ്ഞാല് ഹംസ ആവൂല. അത് ആന്നേ ആവുള്ളൂ. അപ്പോ ഫമൻ ശാഅ അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അദാബൻ ഖരീബ അദാബൻ ഖരീബ അവിടുത്തെ ഇഖ്ഫാ അവിടുത്തെ തഫ്ഖീമിന്റെ ശബ്ദത്തോടുകൂടി ഇഖ്ഫാ ആക്കണം. അപ്പൊ അദാബൻ ഖരീബ. അതുപോലെ തന്നെ തുറാബ അത് തുറാബ എന്നൊന്നായാൽ പറ്റില്ല. റോ ഇനി തഫ്ഖീമാക്കണം. റോ എന്ന് പറയണം. പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ റസീൻ. അപ്പൊ ഈ പറഞ്ഞ ഇന്ന് ഓതിയിലുള്ള പോരായ്മയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അത് പോരായ്മകളൊക്കെ മാറ്റിയിട്ട് ഉഷാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് റിസിൽ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا
حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العلي العظيم. السلام عليكم. വലൈക്കും സലാം. റിസിൽ ഉഷാറായിട്ട് റിസിൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി ഹംസ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ എന്താവും, എല്ലായിടത്തില്ല, അത് ഒന്നുകൂടി കൊണ്ട് അത് ശ്രദ്ധിക്കണം. ആ ഹംസന്റെ അവിടെ വരുമ്പോ അവിടെ ശ്രദ്ധിക്കാൻ അങ്ങനെ ഉണ്ടാവും. അത് തീരെ ശ്രദ്ധിക്കുന്നത് ഹദായിഖ എന്നൊക്കെ ഉണ്ടാവും, പിന്നെ യാ കൊണ്ടൊക്കെ ഉണ്ടാവും. അപ്പോ ഹംസ ഉച്ചരിക്കുമ്പോ തൊണ്ടയുടെ അങ്ങേയറ്റത്താണ് മഖ്റജ്. അപ്പൊ ഒന്നുകൊണ്ട് അത് അങ്ങേയറ്റത്ത് തന്നെ ആവണം. അതിനുള്ള മാർഗാണ് അങ്ങേയറ്റത്ത് തന്നെ വരാനുള്ള ഒരു മാർഗാണ് ഒന്നുണ്ട് ആ മഖ്റജിലുണ്ട് അമർത്തുക എന്ന് പറഞ്ഞത്. അപ്പൊ ഹദായിഖ എന്ന് പറയുമ്പോ ഒന്നുകൊണ്ട് അമർത്തിട്ടാവുമ്പോ അവിടെ തന്നെ വരുള്ളൂ. ഹദായിഖ വഅഅനാബ. അതുപോലെ തന്നെ ലഗ്വൻ എന്ന് പറഞ്ഞു, ഖൽഖല വന്നു ആ ഗൈന്, അതില്ലാതെ ലഗ്വൻ വല എന്നാവരുത്. റബ്ബിസ്സമാവാതി വൽ അർദി എന്നുള്ളത് ആ വാവ് വേണ്ടമാതിരി കേട്ടില്ല. അത് ശരിക്ക് ചുണ്ട് കൂർപ്പിക്കാത്തതുകൊണ്ട് വന്നതാണ്. റബ്ബിസ്സമാവാതി വൽ അർദി എന്ന് ചുണ്ടോട് കൂർപ്പിച്ചിട്ട് തന്നെ പറയാം. അല്ലെങ്കിൽ റബ്ബിസ്സമാവാതി വൽ അർദി എന്നാവുമ്പോ ചുണ്ട് കൂർപ്പിക്കാതെ വൽ അർദി എന്നൊക്കെ ആവും. വൽ അർദി എന്നാവുക. ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഹംസ എവിടെ വരുമ്പോഴും അതിന്റെ ആ വേണ്ടമാതിരി ഉഷാറിൽ തന്നെ ഉച്ചരിക്കുക. ഹംസ എന്ന് പറഞ്ഞ മാതിരി. അബ്ദുള്ള 97. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا
رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا ويقول الكافر يا ليتني كنت ترابا. صدق الله. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം. യാ ലൈതനി കുന്താന്നല്ല കുന്തു എന്നാണ്. താന്നുള്ളത് തൂ എന്നുള്ളത് താന്നായാലും താന്നുള്ളത് തൂ ആയാലും ഒരുപാട് അപ്പം വ്യത്യാസം വരും. യാ ലൈതനി കുന്തു. അപ്പോ അങ്ങനെ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. അഊദു എന്നുള്ളത് ഉഷാറായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലിൽ മുത്തഖീന എന്ന് പറഞ്ഞപ്പോ ഈ എന്ന് പറഞ്ഞപ്പോ ഇന്നലിൽ എന്നായിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞ ഇന്നലിൽ നിങ്ങൾ പറഞ്ഞതേ ക്ലിയറിൽ പറയാൻ വയ്യ. പക്ഷെ ഇന്ന അങ്ങനെ തന്നെ ആവണം അവിടെ. ഇന്നലിൽ മുത്തഖീന മഫാസ. ഇന്ന അത് ഇന്ന നീളാൻ പാടില്ല. നീളുമ്പോ ഹംസൊക്കെ മാറിയിട്ട് വേറെ എന്തൊക്കെയാകും, ചിലപ്പോ യാ ഒക്കെ ഉണ്ടായി വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നുള്ളത് അവിടെ കുറച്ച് കൂടുതൽ നിങ്ങളുടെ വകയായിട്ട് നീട്ടി. അത് വേണ്ട. രണ്ട് ഹർക്കത്തിന്റെ അതിർ മതിയല്ല അത്. പിന്നുള്ളത് അപ്പൊ രണ്ടെണ്ണായിട്ടാ. പിന്നുള്ളത് ഏതോ ഒരു അവസ്ഥയിലാണ് ഓതിപ്പോയി. ഏതായാലും അവിടെ ആദ്യത്തെ വാവിന് തൻവീന്, രണ്ടാമത്തത് ഹർക്കത്ത് ഇദ്ഗാം ചെയ്യണം. അപ്പൊ പിന്നുള്ളത് വൽ അർളി എന്നുള്ളത് അർളി എന്ന് ഓതി ളാദിന്റെ ശബ്ദം ള എന്ന് പറഞ്ഞത് അത് വേറൊന്ന്. പിന്നുള്ളത് യൗമ യഖൂമു റൂഹു. യഖൂമു റൂഹു എന്നുള്ളത് എന്തായത്? യഖൂമു ഖാഫിന്റെ ശബ്ദം വേണ്ട മാതിരി ആയില്ലല്ലേ. യൗമ യഖൂമു റൂഹു അവിടെ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നുള്ളത് വേറെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇന്നാ അൻദർനാകും താങ്കൾ അൻദർന ആ നാ ഉണ്ടല്ലോ, ഇന്ന എന്നുള്ളതല്ല. അൻദർനാകും എന്ന ആ നാ എന്ന് പറഞ്ഞപ്പോ ആ നാ എന്നുള്ള ശബ്ദത്തിൽ എന്തോ ഒരു നോ അൻദർനോ നോ ഒരു വേറെന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. നാ ശരിക്കുള്ള നാ എന്ന് തന്നെ പറയാം. ഇന്നാ അൻദർനാകും അതായത് ആ അൻദർ എന്ന് നമ്മൾ റാഇനെ തസ്ഖീമാക്കിയിട്ട് ശേഷം നാ എന്ന് പറയുമ്പോ അതിന് ഈ നാ എന്നുള്ള ശബ്ദത്തിനൊക്കെ മാറ്റം വരാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അത് അങ്ങനെ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അൻദർനാകും നാ എന്നുള്ള വ്യക്തമായ നാ എന്ന് തന്നെ ആവുക. നാ അതന്നെ ആവുക. പിന്നെ യൗമ യൻദുറുൽ മർഉ യൻദുറു
അങ്ങനെ തന്നെ വാന്റെ ശബ്ദം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കുക. പിന്നുള്ളത് എന്നുള്ളത് ആ താ പറഞ്ഞത് എന്തോ പിന്നെ ആയിട്ടുണ്ട്. അപ്പൊ അമർത്തിയിട്ട് നാവിന്റെ തല മേലെ ഉന്മല് കൊണ്ടുപോയിട്ട് താവ് പറഞ്ഞിട്ട് കൊണ്ട് തെറ്റിച്ചിട്ടൊന്ന് അമർത്തിയിട്ട് അമർത്തുന്നത് അമർത്തി പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ കാറ്റാണ്ട് പുറത്തുനാക്കണം. നാവ് ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ മേലെ തെട്ടിച്ചിട്ട് ആയാൽ പറ്റൂല. നാവിന്റെ തല കൊണ്ടുപോയിട്ട് ഊനുമലുണ്ട് അമർത്തണം. എന്നിട്ട് അങ്ങനെ അമർത്തിക്കൊണ്ടേ ഇരിക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കൂടെ കാറ്റിനെ പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനത്തെ അവസ്ഥ. മറ്റേത് അമർത്താതെ ആണെങ്കിലോ, നാവിന്റെ തല കൊണ്ട് ഊനും അമർത്താണെങ്കിലോ അങ്ങനത്തെ ഒരു ചിടാണ്ടായി പോകും. അങ്ങനെ ലൂസ് കൂടുതലായാലും പിന്നെ സീനുമൊക്കെ എത്തല് അങ്ങനെ ആകാൻ പറ്റൂല. പിന്നെ പറഞ്ഞാത്ത പന്നമാര് കുന്തു എന്നുള്ളത് കുന്ത എന്ന് ഊതി അതന്നെ. അപ്പൊ ഇങ്ങനത്തെ സംഭവമാണുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9 കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇന്ന എന്നുള്ളത് അവിടുന്ന് തുടങ്ങിയാല് നല്ല ഉഷാറായിട്ട് ഓടിയിട്ടുണ്ട്. ഇത് ചെറിയ പ്രശ്നങ്ങൾ, ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങൾ. അടുത്ത ആള് വളട്ടൂർ അവിടെ ഇല്ലാതെ തോന്നുന്നുണ്ട്. തൂലിയത്തുണ്ടോ? തൂലിയത്തുണ്ടെങ്കിൽ മൈക്കെടുക്ക്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ എസ് അടിച്ചേ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأس دهاقا ولا كذابا جزاء من ربك عطاء حسابا. رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. ذلك اليوم الحق ومن شاء اتخذ ربي. ذلك اليوم الحق فمن شاء اتخذ إلى ربي مآبا. إنا أنذرناكم عذابا قريبا. إنا أنذرناكم عذابا قريبا.
يوم ينظر المرء ما قدمت يداه يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. صدق الله العلي العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മൈക്ക് ഭയങ്കര എക്കോണ്. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഇങ്ങനെ റിറ്റം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒന്ന് കുറച്ച് ശരിയായ മാതിരി തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും സലാം. കുറച്ചൊക്കെ കട്ട് വന്നു. മാത്രമേ നിങ്ങൾ ഓതിൽ കുറച്ചും കൂടി സ്പീഡ് കൂട്ടണം. ഇത്ര സ്ലോ ആക്കി ശീലിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പ്രശ്നം, നമ്മൾ ഇമാമത്ത് ഒക്കെ നിന്നിട്ട് ഓതണ സമയത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് ഓതണത് ബാക്കിയുള്ളവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കുറച്ച് സ്പീഡ് കൂട്ടണം. ഓവർ സ്പീഡ് ആവും ചെയ്യരുത്. ഇത് വളരെ സ്പീഡ് കുറഞ്ഞു. അപ്പൊ ഈ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതൊന്നുകൂടി സ്പീഡിൽ ഓതിയിട്ട് ശീലിക്കാം. എന്ന് വെച്ചിട്ട് ഭയങ്കര സ്പീഡ് ആവണമെന്നല്ല പറഞ്ഞത്. മാത്രല്ല തറാവീഹിനൊക്കെ കൊണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കൂല. അപ്പോ സ്പീഡിലും സാധാരണത്തിലൊക്കെ ഓതി ശീലിക്കേണ്ട ആവശ്യമുണ്ട്. അതൊന്ന്. കവാഇബ അത്റാബ എന്നുള്ളത് കവാഇബ എന്ന് പറഞ്ഞിട്ട് വാവ് പറഞ്ഞിട്ടും ഐന് പറഞ്ഞതൊന്നും ക്ലിയർ ആയിട്ടില്ല. കവാഇബ അൻ ഹിസാബ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചു. കുറച്ചിങ്ങനെ ഉന്നത്ത് ആക്കണമാതിരി ഞാൻ തോന്നിപ്പോയി. അതുപോലെ തന്നെ സഫ നമുക്ക് സ്വാദിന്റെ വേണ്ട മാറ്റതായിട്ടില്ല. ഹഖ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ദാലികൽ യൗമുൽ ഹഖ്. നമ്മളവിടെ ഹഖ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മുഖം പരക്കാൻ പാടില്ല. ഹഖ് ആവരുത്. സുക്കൂനുള്ള ഖാഫാണെങ്കിലും നമ്മുടെ മുഖം അപ്പൊ ഖാഫ് ചിരിക്കാത്ത അവസ്ഥയിലും ഒരു ഗൗരവ മുഖാണോ. ഹ പറയുമ്പോ ചിരിക്കണ മുഖം, പിന്നെ ഖാഫ് എന്ന് പറയുമ്പോ അങ്ങനെ ഉണ്ടാവണം. അപ്പോഴാണ് പിന്നെ തഫ്ഖീമൊക്കെ വരിക. അപ്പോ അതുപോലെ തന്നെ ഈ ഓവർ സ്ലോ ആയ കാരണമാണ് ഇപ്പൊ എന്ത് വന്നത്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി എന്ന് പറഞ്ഞപ്പോ ഫമൻ ശാഅ അത്തഖദ എന്നൊക്കെ പറഞ്ഞു. അതായത് ഫമൻ ഷാ ഫമൻ ഒന്ന്, ഷാ വേറൊന്ന്, അത്തഖദ വേറെ, അങ്ങനെയൊക്കെ തോന്നണമായിട്ട് ഓർത്താവും. ഓവർ സ്ലോ ആയത് അത്തഖദ. ഷാ എന്നുള്ളത് വേറെ വാക്കാണ്. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആദ, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. വേറെ ഒരു വാക്കിന്റെ പകുതി മറ്റൊന്നിലേക്ക് ചേർത്ത് അങ്ങനെയൊക്കെയാണോ തോന്നിപ്പോണ വിധത്തിൽ കേൾക്കുന്നവർക്ക് തോന്നുന്ന വിധത്തിൽ ഓടാൻ പാടില്ല. സംഗതി നമ്മൾക്ക് നമ്മളെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അദാബൻ ഖരീബ, അവിടെ എന്താ ഉണ്ടായത്, അദാബൻ ഖരീബ എന്ന് ഊതിയ അങ്ങനെ എന്താ ഉണ്ടായത്. ഏതായാലും അവിടെ ഇഖ്ഫാ ഉണ്ടായിട്ടില്ല. അപ്പൊ അദാബൻ ഖരീബ തുറാബ, തുറാബ റോന്റെ തഫ്ഖീം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളെ ഓത്തിന്ന് കേട്ട കുറച്ച് ഫസ്റ്റിൽ കുറച്ച് ഭാഗം അങ്ങനെ കേൾക്കാതായിട്ടുണ്ട്. കവാഇബ അതാഅൻ ഹിസാബ صفا حق فمن شاء اتخذ إلى ربه عذابا قريبا ترابا. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. സ്പീഡ് കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് ഓതാൻ വേണ്ടിട്ട് ശീലിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ് ആവണം എന്നല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഓതിനേക്കാൾ ഒന്നുകൂടി സ്പീഡ് കൂട്ടണം. അല്ലെങ്കിൽ എന്താ വെച്ചാല് എന്താണ് സംഭവിക്കാറുണ്ട്, ഇങ്ങനത്തെ ചില വാക്കുകളൊക്കെ മറ്റേ പെട്ടതാണോ എങ്ങനെയാന്നൊക്കെ തോന്നിപ്പോകും. വിളവട്ടൂർ അവിടെ ഉണ്ടോ, ഇല്ലെങ്കിൽ അടുത്തെന്താണ് റൌഫ്